വരികയാണ്. ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീതിയിലൂടെ അക്ഷരാർത്ഥത്തിൽ തടിക്കാടിന്റെ ഗ്രാമവീതിയെ ചെമ്പട്ടണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നത് MA അഷ്റഫ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി തടിക്കാട് ചന്തമുക്കിൽ നിന്നും ആരംഭിച്ച അനുസ്മരണ റാലിയിൽ നൂറുകണക്കിന് റെഡ് വാളണ്ടിയേഴ്സും ബഹുജനങ്ങളും അണിനിരന്നു. റാലി തടിക്കാട് വായനശാല ജംഗ്ഷനിലെ പൊതുസമ്മേളന വേദിയിൽ സമാപിച്ചു. മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ഇവിടെ വന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ നാടിൻ്റെ ജീവിതവുമായി ഇഴകിച്ചേർന്ന ഒരു പ്രവർത്തകനായിരുന്നു സഖാവ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, ഏരിയ കമ്മിറ്റി അംഗമായി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി, ഇങ്ങനെ വിവിധമായ വൈവിധ്യമാർന്ന ചുമതലകൾ പാർട്ടി ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നിർവഹിക്കുക വഴി ജനഹൃദയങ്ങളിൽ ഇടം കിട്ടിയ കമ്മ്യൂണിസ്റ്റായിരുന്നു. അതാണ് ഇവിടെ സ്വാഗത പ്രാസംഗികർ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോഴും ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സഖാവ് അഷ്റഫിനെ സ്നേഹിക്കുന്നു, ഓർത്തുകൊണ്ടേയിരിക്കുന്നു. സഖാവ് അഷ്റഫിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ പാർട്ടി ശരിയായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ പാലിയേറ്റീവ് കെയറിന് ആവശ്യമായിട്ടുള്ള വീൽ ചെയറും മറ്റു ഉപകരണങ്ങളുമാണ് ഏറ്റുവാങ്ങിയത്. ഇത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നെടുക്കാൻ NDF തീരുമാനിച്ചത്. ഇവിടെ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന RSSന്റെയും അതിന്റെ രാഷ്ട്രീയ രൂപമായി BJPയുടെയും ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനായി വിളിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാകാം, NDF പോലെയുള്ള സംഘടനകളാകാം, അവരുടെയും കൊലക്കത്തിക്കിരയായി നിരവധി സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള കശുവണ്ടി വ്യവസായത്തിൽ സമഗ്രമായി ഇടപെടുന്ന മന്ത്രിയെ ഇടമുളയ്ക്കൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ തൊഴിലാളി രാജി സ്വീകരിച്ചു. MA അഷ്റഫ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പാലിയേറ്റീവ് പ്രവർത്തനത്തിനായി വാളകം റെഡ് സ്റ്റാർ നവമാധ്യമ കൂട്ടായ്മ നൽകിയ വീൽചെയർ മന്ത്രി P. രാജീവ് കൂട്ടായ്മയുടെ ഭാരവാഹികളായ MN അജിതൻ, റെജി അക്കാട്ട് എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി. രക്തസാക്ഷി ദിനാചരണ സംഘാടക സമിതി പ്രസിഡന്റ് അമൽ വർഗീസ് അധ്യക്ഷനായിരുന്നു. K. ഷിബു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം S. ജയമോഹൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ K. ബാബു പണിക്കർ, സുജ ചന്ദ്രബാബു, അഞ്ചൽ ഏരിയ സെക്രട്ടറി D. വിശ്വസേനൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P. അനിൽകുമാർ, VS സതീഷ്, S. ഗോപകുമാർ, രഞ്ജു സുരേഷ്, B. രാജീവ്, റെഡ് വാളണ്ടിയർ പരേഡിന് അഞ്ചൽ ഏരിയ ക്യാപ്റ്റൻ A. അഭിലാഷും വൈസ് ക്യാപ്റ്റൻ ആനന്ദും വിജയനും നേതൃത്വം നൽകി. ന്യൂസ് കേരളം, കൊല്ലം. അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് 26 വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത്. വെഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ്. ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട്. സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു. അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ, വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ്, ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9447126593.